കേരള ബാർ ഹോട്ടൽ അസോസിയേഷന്റെ അടിയന്തര യോഗം ഈ മാസം 6-ന് കൊച്ചിയിൽ ചേരും. അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണം ചർച്ച ചെയ്യാനാണ് യോഗം. പണം വാങ്ങിയ കൂടുതൽ രാഷ്ട്രീയക്കാരുടെ പേര് വെളിപ്പെടുത്തണമെന്നാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണത്തിന് പിന്തുണ നൽകാതിരുന്ന അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിക്കെതിരെ സംഘടനയ്ക്കുള്ളിൽ നീക്കം ശക്തമായി. കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണം ചർച്ച ചെയ്യാനാണ് അടിയന്തര എക്സിക്യൂട്ടീവ് 6-ന് കൊച്ചിയിൽ ചേരുന്നത്. ബിജു രമേശിന്റെ നിർദ്ദേശപ്രകാരം ജനറൽ സെക്രട്ടറി MV ധനീഷാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കോഴ വിവാദം ഉന്നയിച്ച ബിജു രമേശിന് പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പിന്തുണ നൽകാതിരുന്നത് സംഘടനയ്ക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. പണം വാങ്ങിയ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും പേരുവിവരം പുറത്തുവിടണമെന്നാണ് ബിജു രമേശിനെ പിന്തുണയ്ക്കുന്ന ബാറുടമകൾ ആവശ്യപ്പെടുന്നത്. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും ഈ നിലപാടിനൊപ്പമാണെന്നാണ് സൂചന. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പല ആൾക്കാരും ഞാനുമായി സംസാരിച്ചപ്പോൾ എല്ലാവരും എന്റെ വികാരം തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും എനിക്ക് വളരെ മോറൽ സപ്പോർട്ട് പകരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമല്ല, ജില്ലയിൽ നിന്നുള്ള എല്ലാ ജില്ലാ സെക്രട്ടറിമാരും അവിടെയുള്ള ജില്ലയിലുള്ള മറ്റ് അംഗങ്ങളും എല്ലാം എന്നെ ഫോണിൽ ഇന്നലെയും ഇന്നുമായി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ബാർ ഹോട്ടൽ അസോസിയേഷനിൽ നടന്ന പണപ്പിരിവും യോഗത്തിൽ ചർച്ചയാവും. രാഷ്ട്രീയക്കാർക്ക് നൽകാനെന്ന പേരിൽ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വലിയ തോതിൽ പിരിവ് നടന്നതായി ബാറുടമകൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. 6-ന് ചേരുന്ന യോഗത്തിന് ശേഷം ആവശ്യമെങ്കിൽ ജനറൽ ബോഡി യോഗവും ചേരും. നേരത്തെ ചേർന്ന സംഘടനയുടെ പൊതുയോഗത്തിൽ കോഴ വിവാദം ബിജു രമേശ് ഉന്നയിച്ചിരുന്നതായി പല ബാറുടമകളും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.